12 ദിവസത്തെ വിശാലമായ ലീവിന് ശേഷം വീണ്ടും കോളേജിലേക്ക്. ഇനിയിപ്പോ ലീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ശനി ഞായറോ അങ്ങനെ നമ്മളെ കോളേജ് ദിവസം ഒന്നും നേരെ പോട്ടെ. കാലായി അതൊക്കെ കണ്ടിട്ട് 12 ദിവസമായി. ഇനിയിപ്പോ അതിനുള്ളത് ക്ലാസ് പോയി കഴിഞ്ഞാൽ കിട്ടും ചെയ്യും. ആവശ്യം ഒന്നും ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ടീച്ചേഴ്സ് വരും, വർക്ക് എവിടെ എന്നുള്ള ചോദ്യം വരും. നമുക്ക് റഷീദ് സാർ ജേർണലിസ്റ്റ് ആയപ്പോ പിന്നെ സാറ് വന്നു. സാറ് പിന്നെ അറ്റൻഡൻസ് എടുക്കുന്ന ടൈം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുക. അപ്പൊ പിന്നെ വെറുതെ നോട്ട് ചെയ്യുന്ന ഇതുവരെ സബ്മിറ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. കാലമായാലും നമ്മൾ എല്ലാരും കൂടെ പോയിട്ട് ചായ അടിച്ചിട്ട് അപ്പൊ പിന്നെ നമ്മൾ വേഗം ചായ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ലൈമും കട്ട്ലേറ്റും അത് മസൂരി പറഞ്ഞാൽ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് വീണ്ടും ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും 12 മണി ആയിട്ടുണ്ട്. അറ്റൻഡൻസ് ഉണ്ടാവുമെന്നുള്ള ഉറപ്പില്ല. പക്ഷെ അറ്റൻഡൻസ് കിട്ടി. ലേറ്റ് ആയ തന്നെ ഫ്രണ്ട് ബെഞ്ച് ഒക്കെ കാലിയായി, ബാക്ക് ബെഞ്ച് ഒക്കെ കംപ്ലീറ്റ് ആയപ്പോ പിന്നെ നമ്മള് വല്ല ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴാണല്ലോ പിന്നെ ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുക. ഞങ്ങളതും ആ ഒരു ടൈം ആയപ്പോഴാണെങ്കിലോ ക്ലാസ് കംപ്ലീറ്റ് പിന്നെ കുലുക്കി ഓരോരുത്തർക്കായിട്ട് കൊടുക്കാനും കാത്തിരുന്ന് കാണേണ്ടത്. ഓരോരുത്തർക്ക് കിട്ടി ഓരോരോ ഗിഫ്റ്റ്. സംഭവം പിന്നെ ഓഫിന്റെ ക്യാരക്ടറിനനുസരിച്ചുള്ള നമുക്ക് കിട്ടിയത് എന്താന്നാ മനപ്പുറത്ത്. അതിന്റെ ഇടയിൽ നെയ്നക്ക് നല്ല കടലമുട്ടായൊക്കെ കിട്ടിക്കണം. ഞാൻ പിന്നെ വെറൈറ്റി ആക്കി പിടിച്ചു. എല്ലാരും അതുപോലത്തെ എനിക്ക് അറിയാനുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനത്തെ നോക്കി പിടിച്ചു. താറിന് വീട്ടിൽ പോയി ചായ അടിക്കാൻ നല്ല 2 കപ്പ് കിട്ടി. തനിക്ക് തോക്ക് തരാം, പക്ഷെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇല്ല സാർ. അത് ശരി, എനിക്ക് എന്തായാലും ഉപയോഗിക്കൂല. ഒന്നാളത് പിന്നെ ഗിഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായാലും സ്പോട്ടിൽ ഒഴിച്ച് അതിന്റെ കഥ ഇങ്ങനെ വീട്ടില് കോയില്ല തോന്നുന്നുണ്ട്. ആരോ കണ്ടറിഞ്ഞ് കോയിനൊക്കെ കൊണ്ട് ഷെൽഫിലൊക്കെ ഒരു നല്ല ടോളനി. അത് പിന്നെ ഓക്ക് പോവാനും വേണ്ടിട്ട് 2 കാറൊക്കെ വാങ്ങിക്കൊടുത്തു. കാറല്ല ബസ്. ഇതിനൊക്കെ നല്ല ബൗളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അവൾ അതിൽ എന്നോട് ഫിക്ക ആദ്യം പറഞ്ഞു തോന്നുന്നുണ്ട് നാളെ മുതൽ ക്രിക്കറ്റ് കളിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. മുൻകൂട്ടി ബാറ്റും ബോളും കൊണ്ടുകൊടുത്തു. പുതിയ ഡെറ്റോൾ ഇന്റൻസ് കൂൾ. ഇതിന്റെ മെന്തോൾ സ്കിൻ ടെമ്പറേച്ചർ 5 ഡിഗ്രി കുറയ്ക്കും. അറിഞ്ഞുകൊണ്ടെടുത്ത പണിയാ തോന്നുന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.